അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഒന്നാമതെന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പൊതുജനാരോഗ്യ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ താൽപര്യം എന്തെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. എൻ ഷംസുദ്ദീനെതിരായ മന്ത്രിയുടെ പരാമർശത്തിന് മറുപടി പറയാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതായിരുന്നു ഇന്നത്തെ വിഷയം. പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും രോഗം പടരുന്നതിന്റെ കാരണമെന്താണെന്ന് പോലും ആരോഗ്യവകുപ്പിന് വ്യക്തതയില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി തന്റെ കാലത്തെല്ലാം ഭദ്രമാണ്, വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിന് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളവരാണ് എന്ന് പറയുന്നതല്ലല്ലോ ഒരു മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഉത്തരവാദിത്വം. വിഷയത്തിലേക്ക് വരാതെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷ MLA-മാരുടെ പ്രതിരോധം. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അറ്റത്ത് വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പഴയ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുചോദ്യം. നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. രാജ്യത്തെ മസ്തിഷ്ക ജ്വര മരണങ്ങളിൽ 70%-ലും കാരണം കണ്ടെത്താറില്ലെന്ന് ചൂണ്ടിക്കാണിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും വിശദീകരിച്ചു. മരണനിരക്ക് ആഗോള ശരാശരിയായ 60%-ൽ നിന്ന് 24%-ആയി കുറയ്ക്കാൻ സാധിച്ചുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. 2016 സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് 2016 എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സർ. അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് 1 കേസ് 2 കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളില്ലെന്ന എൻ ഷംസുദ്ദീന്റെ വിമർശനത്തിന് മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഇതൊന്നും അറിയാൻ MLA മണ്ഡലത്തിലില്ലേ എന്ന് ചോദിച്ചു. ഇതോടെ പ്രകോപിതരായ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ഷംസുദ്ദീനിൽ നിന്നുണ്ടായ പരാമർശം മര്യാദകെട്ടതാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് മന്ത്രി മറുപടി പൂർത്തിയാക്കിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.